തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ മധ്യപൗരസ്ത്യ ദേശത്തിലൂടെ യൂറോപ്പിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്ന വ്യാപാരം തടയപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുള്ള കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ യൂറോപ്യൻ വിപണിയിൽ ദുർലഭമായി. കരയിലൂടെയുള്ള വ്യാപാരം തടസ്സപ്പെട്ടതോടെ കടലിലൂടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പൗരസ്ത്യ ദേശങ്ങളിലെത്താനുള്ള വഴി കണ്ടുപിടിക്കാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും ശ്രമം തുടങ്ങി. അങ്ങനെയാണ് പോർച്ചുഗൽ രാജാവ് ഇമ്മാനുവൽ ഒന്നാമൻ വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. യഥാർത്ഥത്തിൽ തൻ്റെ പിതാവ് നയിക്കേണ്ട ദൗത്യമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം ഗാമ ഏറ്റെടുത്തത്. പോർച്ചുഗീസ് തുറമുഖമായ ലിസ്ബണിൽ നിന്ന് 1497 മെയ് 8-നാണ് ഗാമയും കൂട്ടരും സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ എന്നിവ ഉൾപ്പെടെയുള്ള 4 കപ്പലുകളിലായി യാത്ര തിരിച്ചത്. ഗാമയുടെ സഹോദരൻ പൗലോ ഡ ഗാമയും സംഘത്തിലുണ്ടായിരുന്നു. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഗുഡ് ഹോപ്പ് മുനമ്പ് നവംബർ 22-ന് പിന്നിട്ട അവർ നാറ്റാൾ, മൊസംബിക്, മൊംബസ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചു. യാത്ര തിരിച്ചതിൻ്റെ 317-ാം ദിവസം, അതായത് 1498 മെയ് 20-ന് അവർ ലക്ഷ്യം കണ്ടു. പൊന്നാനിയിലായിരുന്ന സാമൂതിരി കോഴിക്കോട്ട് വന്ന് ഗാമയെ സ്വീകരിച്ചു. തുടക്കത്തിൽ ഉണ്ടായിരുന്ന സൗഹൃദ അന്തരീക്ഷം പൊളിഞ്ഞപ്പോൾ ഗാമ കോഴിക്കോട് വിട്ടു. കോലോത്തിരി തക്കം നോക്കി ഗാമയെ കൂട്ടുപിടിച്ചു. കോലോത്തിരിയുമായി സഖ്യം ചെയ്ത് കണ്ണൂരിൽ കച്ചവട സൗകര്യങ്ങൾ സമ്പാദിച്ചുകൊണ്ട് ഗാമ പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ ആദ്യ സന്ദർശനത്തിലൂടെ 60 മടങ്ങ് ലാഭമുണ്ടാക്കാൻ ഗാമയ്ക്ക് കഴിഞ്ഞു. ഒരു വീരനായകൻ്റെ പരിവേഷമാണ് സ്വരാജ്യത്ത് തിരിച്ചെത്തിയപ്പോൾ ഗാമയ്ക്ക് ലഭിച്ചത്. രാജാവ് ഗാമയ്ക്ക് ഡോം അഥവാ പ്രഭു പദവിയും മറ്റു പാരിതോഷികങ്ങളും നൽകി ആദരിച്ചു. തുടർന്ന് ഗാമയുടെ പാത പിന്തുടർന്ന് കബ്രാളിൻ്റെ സംഘം 1500-ൽ ഇന്ത്യയിലെത്തി. സാമൂതിരി അവരെ സ്വാഗതം ചെയ്തു. സാമൂതിരിയുമായി അവർ സന്ധി ചെയ്തു. അതനുസരിച്ച് കോഴിക്കോട്ട് പണ്ടകശാല കെട്ടാൻ അനുമതി ലഭിച്ചു. എന്നാൽ അറബി പറങ്കി സംഘട്ടനത്തെ തുടർന്ന് കബ്രാൾ കോഴിക്കോട് വിട്ട് കൊച്ചിയിലേക്ക് പോയി. സാമൂതിരിയുമായി ശത്രുതയിലായിരുന്ന കൊച്ചി രാജാവ് ഉണ്ണിരാമ കോയിൽ ഒന്നാമൻ പറങ്കികൾക്കു വേണ്ട സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തു. അവർ അവിടെ ഒരു പണ്ടകശാല പണിതു. തുടർന്ന് ആറ്റിങ്ങൽ റാണിയും കോലത്തിരിയും അവരവരുടെ നാടുകളിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിക്കുന്നതിന് മുമ്പ് സാമൂതിരിയുടെ ആക്രമണമുണ്ടാകാനിടയുണ്ടെന്നറിഞ്ഞ കബ്രാൾ കണ്ണൂരിലേക്ക് പോയി. കോലത്തിരിയുമായി കച്ചവട കരാർ ഒപ്പിട്ട ശേഷം കബ്രാൾ സ്വദേശത്തേക്ക് മടങ്ങി. 1502-ൽ ഗാമ വീണ്ടും ഇന്ത്യയിലെത്തി. കണ്ണൂരിലെത്തിയ ഗാമയെ കോലത്തിരി സ്വീകരിച്ചു. പിന്നീട് ഗാമ കോഴിക്കോട്ടെത്തുകയും അവിടെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. പിന്നീട് ഗാമ കൊച്ചിയിലേക്ക് പോയി. അൽബുക്കർക്ക് 1503-ൽ ഇന്ത്യയിലെത്തി. പോർച്ചുഗീസുകാർ സാമൂതിരിയെ തോൽപ്പിച്ച് കൊച്ചി രാജാവിന് നഷ്ടമായ പ്രദേശങ്ങൾ വീണ്ടെടുത്തു നൽകി. കൊച്ചി രാജാവ് പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിലൊരു കോട്ട കെട്ടാൻ അനുമതി നൽകി. അങ്ങനെ അവർ കൊച്ചിയിൽ മാനുവൽ കോട്ട നിർമ്മിച്ചു. അൽമേഡ 1505-ൽ ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി എന്ന നിലയിലാണ് അൽമേഡയെ ഇന്ത്യയിലേക്ക് അയച്ചത്. തുടർന്ന് ഇന്ത്യയിൽ ചില പ്രദേശങ്ങൾ സ്വന്തമാക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞു. കോലത്തിരി രാജാവിൻ്റെ അനുമതിയോടെ അൽമേഡ നിർമ്മിച്ചതാണ് കണ്ണൂർ നഗരത്തിലെ സെന്റ് ആഞ്ചലോ കോട്ട 1505-ൽ. 1510-ൽ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും അൽമേഡയുടെ പിൻഗാമിയായ അൽബുക്കർക്ക് പിടിച്ചെടുത്ത ഗോവ പിൽക്കാലത്ത് ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആസ്ഥാനമായി. 1513-ൽ പോർച്ചുഗീസുകാർ സാമൂതിരിയുമായി ഒരു സന്ധിയിലേർപ്പെട്ടത് അവരുടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് ഏറെ അനുകൂലമായിരുന്നു. ഗാമ മൂന്നാമത്തെ പ്രാവശ്യം വന്നത് 1524-ലാണ്. 1524-ലാണ്. ഇക്കുറി പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടായിരുന്നു ഗാമയുടെ വരവ്. അതേ വർഷം ക്രിസ്തുമസിൻ്റെ തലേന്ന് കൊച്ചിയിൽ വച്ച് ഗാമ അന്തരിച്ചു.
കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചെങ്കിലും 1539 ഭൗതിക അവശിഷ്ടം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. വെട്ടത്തു നാട്ടിൽ പോർച്ചുഗീസ് ചാലിയം കോട്ട കെട്ടി. സാമൂതിരിയുടെ നാവികപ്പടയും പോർച്ചുഗീസുകാരും തമ്മിൽ നടന്ന നിരന്തര ഏറ്റുമുട്ടലിനൊടുവിൽ സാമൂതിരി ക്ഷീണിച്ചു. 1540 സാമൂതിരി പോർച്ചുഗീസുകാരുമായി സന്ധി ചെയ്തു. എന്നാൽ ശാന്തത അധിക കാലത്തേക്ക് നീണ്ടു നിന്നില്ല. 1571 സാമൂതിരി ചാലിയം കോട്ട തകർത്തു. അത് പറങ്കികളുടെ പതനത്തിൻ്റെ തുടക്കമായിരുന്നു. സാമൂതിരിയുടെ നാവികസേനാതലവനായ കുഞ്ഞാലി മരയ്ക്കാർ സർവശക്തിയുമെടുത്ത് പോർച്ചുഗീസുകാരെ എതിർത്തത് അവർക്കു വലിയ തലവേദനയായി. ഉപചാപത്തിലൂടെ അവർ സാമൂതിരിയെയും കുഞ്ഞാലിയെയും തമ്മിൽ തെറ്റിച്ചു. മലബാർ നാവിക ശക്തിയുടെ കേന്ദ്രബിന്ദുവായ കുഞ്ഞാലി മരയ്ക്കാരുടെ കോട്ടയ്ക്കൽ അഥവാ പുതുപ്പണം കോട്ട സാമൂതിരിയുടെ സഹായത്തോടുകൂടി പോർച്ചുഗീസുകാർ 1600 ആക്രമിച്ചു കീഴടക്കുകയും ചെയ്തു. കീഴടങ്ങിയ കുഞ്ഞാലി നാലാമനെയും സംഘത്തെയും സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്തു. പോർച്ചുഗീസുകാർ അവരെ ഗോവയിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞാലി നാലാമനെ വധിച്ച് ശരീരം കൊത്തിനുറുക്കി കടൽക്കരയിലെറിഞ്ഞു. തല ഉപ്പിലിട്ട് കണ്ണൂരിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് താക്കീതെന്നോണം ഒരു കോലിൽ നാട്ടി നിർത്തി പ്രദർശിപ്പിച്ചു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ വരുന്നത്, പാശ്ചാത്യ ശക്തികളും കേരളവും എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഇത് ടെക്സ്റ്റ് ബുക്ക് PSC ബുള്ളറ്റിൻ്റെ തന്നെയാണ്. അപ്പം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് വിശ്വസിച്ച് കേൾക്കാം, പഠിക്കാം.